ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമുക്കിന്ന് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസമാണ്. നമ്മുടെ മലബാർ കിച്ചൺ ഫാമിലി 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും മനസ്സ് നിറഞ്ഞിട്ടുള്ള ഒത്തിരി സ്നേഹവും അതുപോലെ ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സൈഡിൽ നിന്നും ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന കിഫായ കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും പൈനാപ്പിളും അതുപോലെ തന്നെ സ്ട്രോബെറീസും മാംഗോ പിസ്താഷ്യോ ചോക്ലേറ്റ് ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. ബർത്ത്ഡേക്കൊക്കെ തയ്യാറാക്കി എടുക്കാൻ ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതൊരു 1 kg കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സൂപ്പർ മോയിസ്റ്റ് ആണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഇനി ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കേക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ബേക്കിംഗ് ട്രേ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 7.5 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്തോട്ടേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടർ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തെടുത്താലും മതി. ഒരു ബട്ടർ പേപ്പർ താഴെ വെച്ച് കൊടുക്കുക. പ്രഷർ കുക്കറിനകത്ത് ഡയറക്റ്റ് ഒഴിച്ചിട്ടും ഈ റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. 1 കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പാണ് കേട്ടോ. പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് പറഞ്ഞത്. ഇനി ഇതിലോട്ടേക്ക് 1/2 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുട്ട ചേർത്ത് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഈ തൈര് മാറ്റിയിട്ട് ഇതിന് പകരം നിങ്ങൾക്ക് മുട്ട ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയും തൈരും നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ യോജിച്ച് വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് 1/4 കപ്പ് അളവിൽ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ റെസിപ്പിയിലോട്ടേക്ക് കേക്ക്സ് റെസിപ്പിയിലോട്ടേക്ക് ഒരിക്കലും വെളിച്ചെണ്ണയോ ഒലീവ് ഓയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 1/4 കപ്പ് കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണുള്ളത്. ഇപ്പോൾ ജസ്റ്റ് 1/4 കപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് 1 കപ്പ് 240 ml കപ്പിന് 1 കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുള്ള പിസ്തയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഫ്ലേവർ കിട്ടുന്നത് ഇതുകൊണ്ടാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ അതിനുശേഷം നമ്മളൊരു ജസ്റ്റ് ഒരു വിസ്കോ അതല്ലെങ്കിൽ തവിയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരിക്കലും ഹൈ സ്പീഡിൽ ചെയ്യരുത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഫാസ്റ്റ് അടിച്ച് കാണിക്കുന്നത് കൊണ്ടാണ്. ഇതിലോട്ടേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് നാട്ടിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ് പിസ്ത എസൻസ്. അപ്പോൾ അത് കുറച്ച് ഒരു 2 ഡ്രോപ്പൊക്കെ ധാരാളമാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടി ഒരു ഇത്തിരി 2-3 ഡ്രോപ്പ് മാത്രം ഗ്രീൻ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വളരെ പതുക്കെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ജസ്റ്റ് വിസ്ക് വെച്ച് ചെയ്തെടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേ അകത്തോട്ടേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ജസ്റ്റ് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് എയർ ബബിൾസ് കളഞ്ഞെടുക്കാം. പിന്നീട് തറയിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നല്ലതുപോലെ ലെവൽ ചെയ്ത് എയർ ബബിൾസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം വെച്ച് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് മുന്നേ ഉപയോഗിച്ചിട്ടുള്ള ഉപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം മണലും ഉപയോഗിക്കാം. ഇതിലോട്ടേക്ക് ഒരു തട്ട് ഇറക്കി വെക്കാം. ചട്ടിയുടെയൊക്കെ അടിയിൽ വെക്കുന്ന റിങ് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങൾ പ്രഷർ കുക്കറിനകത്താണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒത്തിരി വീഡിയോസിനകത്ത് കാണിച്ചിട്ടുണ്ട്. ആദ്യം ഒരു തവ വെച്ചിട്ട് നല്ലതുപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം അതിനകത്തോട്ടേക്ക് കുക്കർ ഇറക്കി വെച്ചാൽ മതി. ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടക്കുന്ന പാത്രത്തിൻ്റെ അടപ്പിന് ഒന്നുകിൽ അലുമിനിയം ഫോയിൽ അതല്ലെങ്കിൽ കോട്ടൻ്റെ തുണി വെച്ച് കവർ ചെയ്തിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുക്കണം. അതല്ലെങ്കിൽ നമ്മുടെ കേക്കിനകത്ത് വെള്ളം വീണങ്ങ് ചീത്തയായി പോകും. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷമുള്ളതാണ്. ഇനി നമ്മുടെ ബേക്കിംഗ് ട്രേ ഇതിനകത്തോട്ടേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിം ഇടുക. ഫ്ലെയിം നല്ലതുപോലെ കുറച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 35 മിനിറ്റ് 40 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഈ കേക്ക് നല്ലതുപോലെ ബേക്കായി കിട്ടും. ഇനി നിങ്ങൾ ഓവനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മിനിറ്റ് തുടങ്ങി 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബേക്ക് ചെയ്തിട്ട് കറക്റ്റ് എനിക്കിപ്പോൾ എടുത്തൊരു സമയം ഞാനൊരു 35 മിനിറ്റിന് ശേഷമാണ് ഇത് തുറന്ന് നോക്കുന്നത്. കറക്റ്റ് 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് നോക്കാം. അപ്പോൾ സ്റ്റിക്ക് നല്ലതുപോലെ ക്ലിയറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പൈനാപ്പിളാണ് ഇതിനകത്തുള്ള ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഞാനൊരു ചെറിയ 3 സ്ലൈസ് ആയിട്ടുള്ള പൈനാപ്പിൾ പീസസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച്
അരിച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്കിതിന് പകരം പൈനാപ്പിൾ ക്രഷായിട്ട് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി മിക്സിയിലോട്ടേക്ക് ചേർത്ത് വെള്ളമൊന്നും ചേർക്കാതെ ആദ്യം അരച്ചെടുക്കുക. അതിനുശേഷം നമ്മളൊരു 2-3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുക. ഒത്തിരി വെള്ളം ചേർക്കേണ്ട, നമുക്ക് പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇതിലോട്ടേക്ക് നമ്മളുടെ ആ ഒരു പൈനാപ്പിളിൻ്റെ മിക്സ് ഞാനൊന്ന് അരിച്ചെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ സാധാരണ പഞ്ചസാര പാനിയാക്കി എടുക്കില്ലേ, അതുപോലെ തന്നെ നല്ലതുപോലെ തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലോട്ടേക്ക് റെഡിയാക്കി എടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി അടുത്തത് നമ്മൾ മാമ്പഴമാണ്. അപ്പോൾ മാമ്പഴം ഞാനിപ്പോൾ ഒരു വലിയ മാങ്ങയുടെ പകുതി കഷ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഏകദേശം ഒരു 1/4 കപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല മധുരമുള്ളതാണ്. ഇതൊന്ന് അടിച്ചെടുക്കാം. ഒട്ടും വെള്ളമോ പഞ്ചസാരയോ ഒന്നും ചേർക്കാതെ നല്ലതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് അങ്ങോട്ടേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇപ്പോൾ ഇതിനകത്തോട്ടുള്ള പൈനാപ്പിൾ സിറപ്പും അതുപോലെ മാംഗോ പൾപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മാമ്പഴവും ഇതേപോലെ പൈനാപ്പിൾ ചെയ്തതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്തിട്ട്, അതായത് ക്രഷായിട്ട് റെഡിയാക്കി എടുക്കാം. പക്ഷെ അപ്പോൾ മാമ്പഴത്തിനൊരു ടേസ്റ്റ് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ സ്ട്രോബെറിയാണ്. ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ സ്ട്രോബെറിയുടെ ഫ്ലേവറിലുള്ള ഒരു ക്രീം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ട്രോബെറി കിട്ടുവാണെങ്കിൽ എപ്പോഴും ഈ കിഫായ കേക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ച് ചെയ്യുമ്പോൾ തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ജസ്റ്റ് സ്ട്രോബെറിയുടെ ക്രീം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് സ്ട്രോബെറിയുടെ ഇതൊന്നും അവൈലബിൾ അല്ല എന്നാണെങ്കിൽ നാട്ടിൽ ക്രഷ് അവൈലബിൾ ആണല്ലോ. സ്ട്രോബെറി ക്രഷ്, മാംഗോ ക്രഷ്, പൈനാപ്പിൾ ക്രഷൊക്കെ ഉപയോഗിക്കാം. ഇതിനകത്തോട്ടേക്ക് ഞാനൊരു കളർ കിട്ടുന്നതിന് ഓൾറെഡി സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള ക്രീമാണ്, പക്ഷേ ആ ഒരു കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്ട്രോബെറിയുടെ ആ ഒരു എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ 3 കാര്യങ്ങളും മാമ്പഴവും അതുപോലെ പൈനാപ്പിൾ സിറപ്പൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പിസ്ത പൊടിച്ചത് ഇതിനകത്ത് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും ഞാനൊരു ബൗളിനകത്തോട്ടേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് ആണ്. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാം. ഞാനിപ്പോൾ ഗാലക്സിയുടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, അത് മിൽക്ക് ചോക്ലേറ്റ് ഒക്കെ എടുക്കുമ്പോഴായിരിക്കും ഒന്നുകൂടി നല്ല ടേസ്റ്റ്. ഇപ്പോൾ ഗാലക്സിയുടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇത് ഓൾറെഡി സ്ട്രോബെറിയുടേത് ക്രീം ആയിട്ടുള്ളത് കൊണ്ട് ഇതിനകത്തോട്ടേക്ക് ഞാൻ മിൽക്ക് മെയ്ഡൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾ സ്ട്രോബെറി ക്രഷാണ് ചേർക്കുന്നതെങ്കിൽ ഒരിത്തിരി മിൽക്ക് മെയ്ഡ് അതിനകത്ത് ചേർത്ത് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഹോം മെയ്ഡ് ആയിട്ടുള്ള മിൽക്ക് മെയ്ഡാണ്. ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല, കാരണം നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മാക്സിമം ഈ മിൽക്ക് മെയ്ഡിൻ്റെയൊക്കെ അളവ് കുറയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനൊരു ചെറിയ സ്പൂൺ മാത്രം ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ, കാരണം അത്യാവശ്യം ഫ്രൂട്ട്സിന് തന്നെ നല്ല മധുരം ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീംസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒരു ബൗൾ നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ബീറ്റർ ബ്ലേഡും തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് വിപ്പിംഗ് ക്രീം പൗഡറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനകത്തോട്ടേക്ക് 100 ml നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ട് വരും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ക്രീം വേറെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു പാക്കറ്റ് മാത്രം വിപ്പ് ചെയ്തെടുക്കുന്നത്. നല്ലതുപോലെ വിപ്പ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ എടുത്ത് പിസ്ത പൊടിച്ചതാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് ഡയറക്റ്റ് ചേർക്കുന്നതിന് പകരം ജസ്റ്റ് അരിപ്പയിലൂടെ അരിച്ച് ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഡയറക്റ്റ് കഷ്ണങ്ങളോടുകൂടി ചേർത്തിട്ട് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഒന്നുകൂടി നല്ലത് നമ്മൾ അരിച്ചെടുത്ത് ചേർക്കുന്നതായിരിക്കും. അതിനുശേഷം ഒന്നുകൂടി അങ്ങ് വിപ്പ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട്, അപ്പോൾ ഒരു സോഫ്റ്റ് പീക്സ് ആകുന്ന സമയത്ത് വേണം നമ്മൾ ഈ പിസ്ത പൊടിച്ചത് ചേർക്കാൻ. പിന്നീട് സ്റ്റിഫ് പീക്സ് ആകുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തോട്ടേക്ക് എപ്പോഴും നിങ്ങൾ ജെൽ ഫുഡ് കളർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ലിക്വിഡ് ഫുഡ് കളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്രീം കുറച്ചുകൂടി അങ്ങ് ലൂസായി പോകും നമ്മൾ ലിക്വിഡ് കളർ ഉപയോഗിക്കുമ്പോൾ. അതുപോലെ തന്നെ കുറച്ച് എസൻസ്, പിസ്ത എസൻസ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് വിപ്പ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് കുറച്ച് ക്രീം ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്രത്തിനകത്ത് നിന്ന് മാറ്റാം. ഇത് നമ്മൾ മുട്ട ചേർക്കാത്ത കേക്കാണെങ്കിൽ പോലും നല്ല സൂപ്പർ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 3 ലെയേഴ്സായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒത്തിരി വീഡിയോസിനകത്ത് ഇത് കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്, അതാണ് ഉൾപ്പെടുത്താതിരുന്നത്. ഇനി ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ബേസ് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ പൈനാപ്പിൾ സിറപ്പ് ഉണ്ടല്ലോ, അത് ഒത്തിരി ഉപയോഗിക്കണ്ട കേട്ടോ. കാരണം ഓൾറെഡി ഈ കേക്കിനകത്ത് നമ്മൾ ഫ്രൂട്ട്സ് മിക്സ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിരിക്കും കേക്ക്. അപ്പോൾ കൂടുതലായിട്ട് സിറപ്പ് ആഡ് ചെയ്തതിന് ഭയങ്കര സ്വീറ്റായി പോകും. അപ്പോൾ അത്യാവശ്യം കുറച്ചൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. പിന്നീട് നമ്മുടെ ക്രീം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങ് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയറായിട്ട് മാമ്പഴത്തിൻ്റെ ആ ഒരു മിക്സ് അത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് പിന്നീട് നമ്മുടെ ചോക്ലേറ്റ്, ഞാൻ നേരത്തെ കാണിച്ച ഗാലക്സിയുടെ ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് അടുത്ത ലെയർ കേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. പിന്നീട് വീണ്ടും
വീണ്ടും നമ്മൾ പൈനാപ്പിളിൻ്റെ സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് ക്രീം ചേർത്ത് കൊടുക്കുക. ക്രീം കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ട്രോബെറിയുടെ ആ ഒരു മിക്സ്, അതല്ലെങ്കിൽ ക്രഷാണ് ഉപയോഗിക്കുന്നത്, സ്ട്രോബെറി ക്രഷ് ചേർക്കുക. കുറച്ച് നമ്മുടെ പിസ്ത പൊടിച്ചതാണ് ഇതിൻ്റെ ടോപ്പിലായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടുത്ത ലാസ്റ്റ് ലെയർ കേക്ക് കൂടി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, അതായത് നമ്മുടെ പിസ്ത പൗഡറും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊന്നും സ്കിപ്പ് ചെയ്ത്, അതൊക്കെയാണ് ഇതിനൊരു ഫ്ലേവർ കൊടുക്കുന്നത് ശരിക്കും. ഇനി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെറിയൊരു കോട്ടിങ് ആദ്യം ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് നമുക്കിത് ഫ്രീസറിനകത്ത് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് ഇതിനകത്തോട്ടേക്കുള്ള ചോക്ലേറ്റ് ഗണാഷ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഞാൻ ജസ്റ്റ് ഒരു 5 ചെറിയ സ്ലൈസസ് നമ്മുടെ ഗാലക്സി ഡാർക്ക് ചോക്ലേറ്റ് തന്നെ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മൈക്രോവേവ് ചെയ്തൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിനകത്തോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഡബിൾ ബോയിലിംഗ് ചെയ്ത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തോട്ടേക്ക് 1 സ്പൂൺ വിപ്ഡ് ക്രീമാണ്, നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത ക്രീമിൽ നിന്നും 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ കുറച്ച് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും ശ്രദ്ധിക്കുക, ലൂസായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ അത്യാവശ്യം ചൂടിൽ വേണം നമ്മൾ എപ്പോഴും ഗണാഷ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഒരു 15 മിനിറ്റ് ഫ്രീസറിനകത്ത് വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷമുള്ളതാണ്. ഇനി ബാക്കിയുള്ള ക്രീം കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് നല്ല തിക്കായിട്ട് നമ്മളിതൊന്ന് കവർ ചെയ്തെടുക്കണം. കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സൈഡിലും വരുന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഞാനൊന്ന് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് ഒരു 15 മിനിറ്റ് കൂടി ഫ്രീസറിനകത്ത് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ക്രീം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ക്രീം ഞാനിപ്പോൾ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിനകത്തോട്ടേക്ക് കുറച്ച് ഗ്രീൻ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് അതിനകത്തോട്ടേക്കാണ് ക്രീം ചേർക്കുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു ക്രീം ചെയ്ത സമയത്ത് ഒരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ ഇതുപോലെ നിങ്ങളൊന്ന് കണ്ടില്ലേ, കൈ വെച്ചിട്ടൊന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡബിൾ ഷെയ്ഡുള്ള ഫ്ലവേഴ്സ് നമുക്കിത് വെച്ചിട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഞാൻ കുറച്ച് വൈറ്റ് ക്രീം സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ നമ്മൾ പൈപ്പിംഗ് ബാഗിനകത്ത് ആക്കിയതിന് ശേഷം അപ്പോൾ ഞാനൊരു ജസ്റ്റ് കണ്ടില്ലേ, ഇതുപോലെ ഒരു നല്ല തിക്കായിട്ട് ക്രീം ചുമ്മാ ഇങ്ങനെ നമ്മൾ കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ ടോപ്പിലായിട്ട് വേണം നമ്മൾ ഫ്ലവർ ചെയ്യാൻ. അപ്പോൾ നല്ല ഹൈറ്റിൽ നമുക്ക് ഫ്ലവേഴ്സ് നിൽക്കുന്ന രീതിയിൽ ചെയ്തെടുക്കാൻ കഴിയും. പക്ഷേ ഇവിടെ എനിക്ക് പറ്റിയത്, ഞാൻ ഈ ക്രീം കണ്ടില്ലേ കുറച്ച് ലൂസായിപ്പോയി. അതായത് നമ്മൾ പൈപ്പിംഗ് ബാഗിനകത്ത് ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് വെക്കാൻ മറന്നുപോയി. ഒത്തിരി സമയം അങ്ങ് പുറത്ത് വെച്ചപ്പോൾ ക്രീം അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ലൂസായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ക്ലിപ്പ് ഇതിനകത്ത് ഉൾപ്പെടുത്താതിരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് തീർച്ചയായിട്ടും കറക്റ്റായിട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ക്രീം ലൂസായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ക്രീം ഒന്ന് ലെവൽ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. അതുപോലെ കുറച്ച് ചെറീസ് ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് പിസ്ത നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചല്ലോ, അപ്പോൾ അത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്ന് തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഒന്നുകിൽ പൈപ്പിംഗ് ബാഗിനകത്താക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞാൻ ആ ഒരു ക്രീം ലൂസായപ്പോൾ മൊത്തത്തിൽ അങ്ങ് ടെൻഷനായി. അപ്പോൾ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടാണ് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രീം എപ്പോഴും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല പണി കിട്ടുക, പുറത്ത് ഓർഡേഴ്സൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ആ ഒരു ഗണാഷ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ മോയിസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഓരോ സ്ലൈസ് കഴിക്കുമ്പോഴും ശരിക്കും ഇടയ്ക്കുള്ള ആ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ, അതുപോലെ തന്നെ സ്ട്രോബെറി, മാംഗോ, പൈനാപ്പിൾ സിറപ്പ്, ശരിക്കും നമ്മൾ കസാട്ട ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അല്ലേ, അതുപോലെ തന്നെയാണ് ഈ ഒരു കേക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ട് ശരിക്കും ഇതിന് എന്ത് ഫ്ലേവറാണ് കിട്ടുക നമ്മൾ കഴിക്കുന്ന സമയത്ത്. എല്ലാം മിക്സ്ഡ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഓരോ ജസ്റ്റ് കഴിക്കുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും ഫ്ലേവർ മിക്സ് ആയിട്ട് നമുക്ക് ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടും, സ്ട്രോബെറി, മാംഗോ, അതുപോലെ പൈനാപ്പിൾ. ശരിക്കും നല്ല അടിപൊളിയാണ്. ശരിക്കും ബർത്ത്ഡേക്കൊക്കെ സെർവ് ചെയ്യാൻ വളരെ കോസ്റ്റ്ലിയാണ് ഇപ്പോൾ നാട്ടിലൊക്കെ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷുമായി കാണാം. അതുവരെ ടേക്ക് കെയർ.